കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു. അപ്പം അവൻ ഇവിടെയില്ല, ഗൾഫിലാണ്. അപ്പോൾ അവൻ പറയുന്നു അവന് ഇപ്പം ഭയങ്കര പ്രശ്നങ്ങളാണ്, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് നിനക്ക് പ്രശ്നം ഉണ്ടാവാം, നാളെയും പ്രശ്നം ഉണ്ടാവും, മറ്റന്നാളും മാറും എന്ന് വിചാരിക്കരുത്. കാരണം എന്താ അറിയോ, നമ്മളൊക്കെ പ്രശ്നങ്ങളെ അതിജീവിക്കണം. നമ്മുടെ മുമ്പിൽ നമ്മൾ ഈ വിജയുടെ ഒക്കെ സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് വിജയ് വാളും എടുത്തുകൊണ്ട് ഒരിടത്ത് ഇരിക്കുക, നീ വാ 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 എന്ന് പറഞ്ഞിട്ട്. ആ പ്രശ്നങ്ങളെ അതുപോലെ കാണണം, നീ വരണം, എൻ്റെ മുമ്പിൽ വരണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന പ്രശ്നത്തിനെ വെട്ടിക്കീറി കളയും എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒക്കെ ബിലോ ആവറേജ് ആയി പോയില്ലെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആവുന്നത് നമ്മൾ ഈ പ്രശ്നങ്ങളെ എല്ലാം അതിജീവിച്ച് ഇതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് നമ്മുടെ അടുത്തേക്ക് പ്രശ്നങ്ങൾ വരാനോ, അല്ലെ നമ്മൾ അങ്ങോട്ട് ചെന്നാലും അവന് പേടിയാവണം, അവൻ ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് വരാനും പേടിയാവുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും തയ്യാറെടുത്തിരിക്കുന്നിടത്താണ് നമ്മുടെ വിജയം ഉണ്ടാകുന്നത്. ഒരിക്കലും ഒരു പ്രശ്നവും, നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ജയിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്. അതിനെ അത്ര പവർഫുള്ളായിട്ട് തന്നെ കണ്ട് നമ്മളിലേക്ക് വരട്ടെ 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 എന്ന് പറഞ്ഞിരുന്ന് വന്ന് കയറി വന്ന് വെട്ടിപ്പറിച്ച് കളയുന്നിടത്തായിരിക്കണം നമ്മുടെ വിജയം ഇരിക്കുന്നത്. അല്ലാതെ ഒരു കാര്യത്തിനും പേടിച്ചോടുന്നതായിരിക്കരുത് ജീവിതം. പക്ഷേ ഇത് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ അവൻ അത്രയും പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവനിപ്പോൾ എന്നെ വിളിക്കുകയും ചെയ്യും കുറച്ച് കഴിഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ആ വിജയുടെ സിനിമയൊക്കെ എടുത്തുകൊണ്ട് കാണും. സിനിമ അങ്ങനല്ല ജീവിതം എന്ന് പറയരുത്. കാരണം ഒരുപാട് സിനിമകൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നതാണ്. എല്ലാ പ്രശ്നങ്ങളെ അതിജീവിക്കാനാണ് എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും സിനിമകൾ വരുന്നത്. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളെ അതിജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി മുമ്പിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേറെ ഒരാളും കാണത്തില്ല. എന്തോ ഒരു കാര്യത്തിനും ഡിഫെൻഡ് ചെയ്യുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ്. ഒറ്റയ്ക്ക് നിന്ന് പ്രശ്നങ്ങൾ അതിജീവിക്കുന്ന ഒരാളുടെ കൂടെ ആൾക്കാർ ഒരുപാട് പേര് കാണത്തുള്ളൂ. അല്ല ഒരുപാട് പേര് നമുക്ക് വേണ്ടി നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വരുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എല്ലാവരും അവരവരുടെ താടി കത്തുമ്പോൾ അവരവരുടെ താടി അണയ്ക്കാനേ നോക്കത്തുള്ളൂ. പണ്ടൊരു കഥയുണ്ട് ബീർബലിൻ്റെ, അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാണ്.